എനിക്കേറെ ബഹുമാനമുള്ള എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്തുള്ള ശ്രീ സഖാവ് പി കരുണാകരൻ, എൻ്റെ സ്നേഹിതനായ ഡോക്ടർ വി.പി. മുസ്തഫ, DC അംഗം സഖാവ് ഇ. കുഞ്ഞിരാമൻ, സഖാവ് കെ.വി. ജനാർദ്ദനൻ, സഖാവ് ഹോം നമ്പ്യാർ, സഖാവ് ടി.വി. ഗോവിന്ദൻ, സഖാക്കളെ, ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് കരുണാകരനേട്ടനാണ്. ഈ കാസർഗോഡേക്ക് ആൾക്കാർക്ക് വരാനൊരു വൈമുഖ്യമുണ്ട്, ഇത്രയും ദൂരം വരണമല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, കരാൻ സാബേ, ഞാൻ ഡൽഹിയിലാണുള്ളത്, അങ്ങോട്ട് വരണമെങ്കിൽ ചെറിയ സാഹസമൊന്നുമല്ല. അപ്പം എന്നെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വലിയ സൗകര്യമായിരിക്കുമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായ സവിശേഷമായിട്ടുള്ളൊരു സെമിനാറാണ്, ബ്രിട്ടാസ് വരണമെന്നാണ് ഞങ്ങളുടെ പൊതു അഭിപ്രായം. അപ്പം ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു, കരുണാകരൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എത്തിയിരിക്കും, നിർബന്ധിക്കുന്നുണ്ടോ എന്ന് കരുണാകരൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്നേഹനിർഭരമായ നിർബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് മാത്രമാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരെ ചൂഴ്ന്നു നിൽക്കുക. ഇന്ത്യൻ ഭരണഘടന, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇതാണ് ഈ സെമിനാറിൻ്റെ വിഷയം. കഴിഞ്ഞ ദിവസം RSSൻ്റെ മേധാവി മോഹൻ ഭഗത് പറഞ്ഞൊരു പരാമർശമുണ്ട്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ മികവിലോ മിഴിവിലോ രക്തസാക്ഷികളുടെ ചോരയിലോ അല്ല, ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായ സംഘടനയുടെ സാരഥി പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും എവിടെ എത്തി എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഇപ്പം ഞാൻ പാർലമെന്റിലെ അംഗമാണ്. കരുണാകരൻ സഖാവ് ദീർഘകാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം CPMൻ്റെ ലോകസഭയിലെ നേതാവ് കൂടിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വന്നാൽ അദ്ദേഹം MP ആയിരുന്ന സമയത്തെ പാർലമെന്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പാർലമെന്റ് കണ്ട് അന്താളിക്കും. ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് നല്ല ഭരണഘടനയാണെങ്കിലും ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരാണെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. അദ്ദേഹം ഒരു പ്രവചന സ്വഭാവത്തോടെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്നത്തെ ഭരണക്കാരുടെ കൈകളിലെത്തിയപ്പോൾ ഏത് രൂപത്തിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം B.R. അംബേദ്കറെ മുൻനിർത്തിയുള്ള സംവാദങ്ങളിൽ അലങ്കോലപ്പെട്ടില്ല. അമിത്ഷാ എന്ന് പറയുന്ന വിദ്വാൻ ആഭ്യന്തരമന്ത്രി B.R. അംബേദ്കറെ കുറിച്ച് നടത്തിയ വളരെ മോശപ്പെട്ടൊരു പരാമർശത്തെ മുൻനിർത്തി പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയും അതിൻ്റെ ഫലമായി
പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തടസ്സപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളിങ്ങനെ അംബേദ്കർ 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 എന്ന് പറയേണ്ടതില്ല, അതിനു പകരമുള്ള ദൈവത്തിന്റെ നാമം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ മുകളിലെത്തിയനെന്ന്. 7 സ്വർഗം. ഇതേ വ്യക്തികളാണ് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാതിരുന്ന ഇതുപോലുള്ള മഹത് വ്യക്തികളുടെ ജീവിത പന്താവ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. BR അംബേദ്കർക്ക് ഞങ്ങള് ഭാരതരത്ന അവാർഡ് കൊടുത്തു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത്. അപ്പൊ ഞാൻ പരിശോധിച്ചു, അല്ല ഇത് ആരായിരിക്കും BR അംബേദ്കറിന്? കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല അല്ലേ മുസ്തഫ? അത് ശരിയാണ്. പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലേറിയ VP സിംഗ് ഗവൺമെന്റാണ് BR അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത്. BR അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്ത VP സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിയവരാണ് BJPക്കാർ. പിന്നോക്ക വിഭാഗത്തിന് 27% സംവരണം പ്രഖ്യാപിക്കുന്ന മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ VP സിംഗ് വിജ്ഞാപനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഗവൺമെന്റിനെ BJP അട്ടിമറിക്കുന്നത്. ഇന്ന് അതേ BJP നേതാക്കൾ പാർലമെന്റിലും പുറത്തും പറയും, പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഞാനന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനാണ്. കരാരട്ടൻ്റെ ശിഷ്യനായിട്ട് ഞാൻ ഡൽഹിയിലുണ്ട്. ഞങ്ങളുടെ ജനറൽ മാനേജർ കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുന്ന വേളയിൽ ഡൽഹി തെരുവുകളിലെ കലാപമായിരുന്നു. BJPയാണ് ആ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന രാജീവ് ഗോസ്വാമി എന്നുള്ള കുട്ടിയെ തീ കൊളുത്തി ആത്മഹൂതി ചെയ്തതാണെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തീ കൊളുത്തിയതെന്ന് BJPക്കാർ പ്രചരിപ്പിച്ചു. പക്ഷേ തന്റെ മനസ്സറിവില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ആരോ പെട്രോൾ ഒഴിച്ച് തന്നെ കത്തിച്ചതാണെന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മൊഴി നൽകി. അത്രത്തോളം ഹീനമായ നടപടികളിലൂടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ പ്രതിരോധിച്ച BJP ഇന്ന് സംവരണത്തിന്റെ വക്താക്കളായിട്ട് ഇപ്പോൾ പുനർജനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കുമ്പോൾ കൺകെട്ട് വിദ്യകളും കൂടി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ. അതുപോലെ അതായത് ആരാണ് എന്താണ് എന്നുള്ളത്. 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. വിശ്വഗുരു. ലോകത്തിലെ ഏത് ഭരണാധികാരിയോട് എന്ത് പറഞ്ഞാലും ആ നിമിഷം ആ ഭരണാധികാരി തന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വീമ്പിളക്കുന്നു. ഇപ്പം അദ്ദേഹത്തിന് വളരെ ഇഷ്ടക്കാരനായ ഒരാൾ നമ്മുടെ അമേരിക്കയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട്. ആരാത്? ട്രംപ്. മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളാം കേട്ടാ, എന്തും ചെയ്തുകളെ. ട്രംപിനെ കാണുമ്പോൾ നമ്മുടെ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ്. സഹോദരിമാർക്കൊക്കെ അറിയോ ഡൊണാൾഡ് ട്രംപിനെ? TV കണ്ടിട്ടുണ്ടല്ലേ? മൂപ്പരുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഗ്രീൻലാൻഡ് കാനഡയും മൂപ്പർക്ക് വേണമെന്ന്. ഗ്രീൻലാൻഡ് കാനഡയും. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ്. കാനഡ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക മികച്ചതാകൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അദ്ദേഹം നമ്മുടെ 56 നെഞ്ചളവുള്ള ഭരണാധികാരി അവകാശപ്പെടും. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തിത്തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു, വർഷം പിന്നിട്ടു.
ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. ഞാൻ പാർലമെന്റ് പ്രസംഗിക്കും പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂർ വന്ന് ഒരു ദിവസവും 2 ദിവസവും മുടക്കാൻ സമയമുണ്ടായി. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല എന്ന് നോക്കുക. ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. ഇടതുപക്ഷ പാർലമെന്റേറിയൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സംഘം മണിപ്പൂർ പോയിരുന്നു. സമാധാനത്തിലേക്ക് ഒരുപക്ഷെ ഈ മണിപ്പൂരിന് നമ്മുടെ കേരളവുമായിട്ടൊരു വലിയ സാമ്യമുണ്ട്. ഞാനത് പറയാം. നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത, ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഭരണാധികാരികൾ ഉഗ്രൻ ഘോഷയാത്രകൾ പോലുള്ള നെടുങ്കൻ പ്രസ്താവനകളിലും വഴിത്താരകളിലും അവർ അഭിരമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളവുമായിട്ടുള്ള മണിപ്പൂരിന്റെ സാമ്യം എന്താണ്? കേരളത്തിലെ 3 വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇത് മതവിഭാഗങ്ങളാണെങ്കിൽ മണിപ്പൂരിൽ ഇതിന് സമാനമായിട്ടുള്ള 3 വംശങ്ങൾ. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതാവല്ലേ ഇവിടെ ഇരിക്കണേ? കുക്കികൾ, മേത്തികൾ, നാഗകൾ. കണ്ടു, ഇവരൊക്കെ എത്ര സ്റ്റഡീഡാണ് കരുണാൻ ഇതൊക്കെയാണ്. എത്രയോ വർഷമായിട്ട് മൂപ്പർ പെൻഷനേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംഘടനയുടെ നേതൃത്വത്തിലുണ്ടാ ഉണ്ട്. ഇവിടെ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പോലെ മേത്തികള്, കുക്കികള്, നാഗകള്. മണിപ്പൂരിൽ മുമ്പ് ഞാൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന 3 വിഭാഗക്കാർ BJP അധികാരത്തിലേറി 5 വർഷം കൊണ്ട് ആ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചു. ഇന്ന് മേത്തികൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കിക്ക് പോലും കാലുകുത്താൻ കഴിയില്ല. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാര് കുക്കി വിഭാഗത്തിൽ നിന്ന് ഇംഫാലിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ അവരുടെ പ്രതിനിധി സംഘത്തെ ഞങ്ങൾ ആ മലമടക്കുകളിൽ പോയപ്പോൾ കണ്ടു. അവരെല്ലാം വിട്ടെറിഞ്ഞ് അവിടുന്ന് പലായനം ചെയ്യുന്നു. അതുപോലെ മലമുകളില് പ്രവർത്തിച്ചിരുന്ന, കൃഷി ചെയ്തിരുന്ന മേത്തി വിഭാഗക്കാർ മലയിറങ്ങി. ഞാൻ അവിടുത്തെ ഒരു MLA കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടാസെ, നിങ്ങൾ വന്നപ്പോഴുള്ള എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ അതുപോലെ തുടരുകയാണ്. അഭയാർത്ഥി ക്യാമ്പ് 60,000-ഓളം ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ, ഈ തകര ടിന്നടിച്ച ക്യാമ്പുകളിൽ കഴിയുകയാണ്. വലിയ തണുപ്പാണ്. ഈ ക്യാമ്പുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത്. ഒരു തുണിയുടെ മറവിലാണ് ഒരു കുടുംബം കഴിയുന്നത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പോലും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പൊ ഡൽഹി ചെല്ലുമ്പോൾ ഞങ്ങൾ ഇന്ത്യ പക്ഷത്തെ ആൾക്കാരാണ്. പക്ഷേങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2024 എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്, അന്ന് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയുടെ വേഷത്തിൽ ഇങ്ങനെ വിരാജിക്കുന്നൊരു സമയമാണ്. ആൾക്കാർക്കൊരു സംശയം, മൂപ്പർ പ്രധാനമന്ത്രിയാണോ അതെ പൂജാരിയാണ്? ഒരു കൺഫ്യൂഷനാണ്. രാഷ്ട്രീയ പരിപാടികളൊക്കെ വേണമെങ്കിൽ അദ്ദേഹം മതപരിപാടിയാക്കി മാറ്റും, മതപരിപാടിയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റും. പാർലമെന്റിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ
ഹെർനാൻ സാറോട് ചോദിക്കും, ഒരിക്കലും ഒരു മതപരമായ വിഷയം പാർലമെന്റിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തി ഒരു പ്രത്യേക ചർച്ച മോഡിയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ സംഘടിപ്പിച്ചു. അപ്പം ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇങ്ങനെ യോഗം ചേർന്നപ്പോൾ CPN-നെ പ്രദാനം ചെയ്തുകൊണ്ട് ഞാനാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അന്ന് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതപരമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇന്ത്യൻ പാർലമെന്റ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി, വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഷയം പാർലമെന്റിന്റെ പ്രതലത്തിൽ ചർച്ചക്കെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വ്യക്തമായൊരു നിലപാടുണ്ട്. ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിന്റെ ഫോറത്തിലൊന്നും ചർച്ചക്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് CPM ഈ ചർച്ച ബഹിഷ്കരിക്കുന്നതാണ്. നമ്മുടെ നിലപാട് പറഞ്ഞു. ഉടനെ DMK-ക്കാർ പറഞ്ഞു, ശരിയാണ്, ഇതൊരു ധ്രുവീകരണ വിഷയമാണ്, ഇത് ഭരണഘടന അനുസൃതമായൊരു വിഷയമല്ല. ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു അമ്പല നിർമ്മാണം ചർച്ചക്കെടുക്കുന്നത് ഒരു തരത്തിലും ഹിതകരമല്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കണം, 2024 പൊതുതിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ ഒരു ചർച്ച പാർലമെന്റിന് മേളിൽ അടിച്ചേൽപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന UP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. അപ്പം എനിക്കൊരു സംശയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കും, പ്രത്യേകിച്ച് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക എന്ന് പറയുന്ന UP-യിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വിഷയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ? എന്തായിരിക്കും സമാജ്വാദി പാർട്ടി അവിടെ അഭിപ്രായം പറയാൻ? ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാം ഗോപാൽ യാദവ് പറഞ്ഞു, CPM പ്രതിനിധി പറഞ്ഞ വളരെ കറക്റ്റാണ്, ഈ ചർച്ചയിൽ ഒരു കാരണവശാലും പ്രതിപക്ഷം പങ്കെടുക്കരുത് എന്ന്. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കും. എന്താ പങ്കെടുക്കുന്നതിന് കാരണമായി പറഞ്ഞത്? ഞങ്ങളും കൂടി ആവോളം ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ രാം ഗോപാൽ യാദവ് പറഞ്ഞു, ഈ പള്ളി പൊളിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരല്ലേ ഇവര്, ഇഷ്ടിക സമ്മാനിച്ചവരല്ലേ, സ്വാഭാവികമായിട്ട് അവരാ ചർച്ചയിൽ പങ്കെടുക്കും, നമ്മൾ അതിനോട് ഒരു തരത്തിലും കലഹിച്ചിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ പാർലമെന്റിലേക്ക് പോയി. ഇതിന് തൊട്ടു മുമ്പുള്ള വിഷയം വന്നപ്പോൾ CPM-ന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം എനിക്ക് നൽകിയ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തല്ല. രാമൻ സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, അനുഭാവത്തിന്റെ പ്രതീകമാണ്. അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ്. നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത നാദൂറാമനാണ്. അതുകൊണ്ട് ശ്രീരാമനെ നിങ്ങൾ റാഞ്ചാൻ വേണ്ടി നിന്നാൽ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ച് കരാറേട്ട ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് താപ്പാരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ രാജ്യസഭ, ലോക്സഭ അതൊക്കെ പറയുന്നത്. 1-2 പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടാസി അങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇവര് സർവശക്തരാണ്, ഇവരെന്തും ചെയ്യും, കണ്ടില്ലേ പലരെയും ജയിലിലിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ഒരു പാർട്ടിക്കൊരു നിലപാടുണ്ട്, ആ നിലപാട് പറയാൻ പ്രത്യേകിച്ച് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടതില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പല കോൺഗ്രസ്സുകാരും രാമൻ എന്ന് പറയുന്നത് BJP-യുടേതല്ല എന്ന് പറയാൻ വേണ്ടി അവരുടെ നാവ് അല്പമെങ്കിലും പൊന്തി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്.
ഇന്ത്യൻ ഭരണഘടനയെയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള കെൽപ്പ് സാന്നിധ്യത്തിലില്ല എങ്കിൽ പോലും നമ്മുടെ ആർജവത്തിലും നമ്മുടെ സമർപ്പിത ബോധത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഈ കാര്യം. ഇപ്പം ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം വേണം. എന്താണ് ജനാധിപത്യം? ഇപ്പം പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം എങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്? ഇപ്പൊ IPC, CRPC, എവിഡൻസ് ആക്ട്, ഈ 3 ആക്ടും പിൻവലിച്ചു. അതിന് പകരം 3 നിയമങ്ങൾ കൊണ്ടുവന്നു. IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ട് 3 നിയമങ്ങൾ കൊണ്ടുവന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ 148 MP പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഈ 3 നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കി. അല്ലാതെ മുസ്തഫ, ഈ 3 നിയമങ്ങളുടെ പേരറിയോ? പറയാൻ പറ്റുന്നില്ല. നോക്കുക, IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ട് സ്വദേശ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി അമിത്ഷാ കൊണ്ടുവന്ന 3 നിയമങ്ങളുടെ പേരിതാ. ഈ മുസ്തഫയാണെങ്കിൽ ടെലിവിഷനിലൊക്കെ ഘോരം പാർട്ടിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് മുസ്തഫയ്ക്ക്. ഇവിടെ ആരെങ്കിലും അറിയാം? മുൻനിര നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചില ആൾക്കാർ മുഖമൊക്കെ താഴേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല, ആർക്കെങ്കിലും അറിയാം? ഇല്ല. നോക്കുക, സംസ്കൃതത്തിലാണ് പേര്. സംസ്കൃതത്തില് അമിത്ഷാ പറഞ്ഞു ഡീകോളനൈസേഷൻ, അതായത് നമ്മുടെ മനസ്സിലുള്ള കോളനി വൽക്കരണത്തെ അവരുടെ അപനിർമ്മാണം നടത്തുകയാണ്. സ്വദേശ നിയമങ്ങൾ. ഇപ്പൊ ഈ നിയമങ്ങളുടെ പേര് എന്റെ സ്നേഹിതൻ മുസ്തഫയ്ക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. എന്താ കാരണം എന്നറിയാം? മദ്രാസി ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു എനിക്കറിയില്ല ഈ നിയമങ്ങളുടെ പേരെന്താണ്. ഈ നിയമങ്ങൾ ദിവസവും കൈകാര്യം ചെയ്യേണ്ട ഒരു ജഡ്ജി പറയാണ് ഇതെന്തോന്നാണ് ഈ നിയമങ്ങൾ എന്ന്. രാജ്യത്തെ മുമ്പോട്ടാണോ നയിക്കുന്നത്, പിമ്പോട്ടാണോ നയിക്കുന്നത്? ഈ 3 നിയമങ്ങളുടെ പേരറിയില്ല. അപ്പൊ പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു, ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടൊരു കാര്യം ചെയ്യേ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ മൊബൈൽ ഫോൺ വേണ്ടെന്ന് വെക്ക്. ഇത് സായിപ്പ് കണ്ടെത്തിയതല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഡീകോളനൈസ് ചെയ്യേ. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വിമാനം 830 കോടി രൂപയുടേത്. ഇവിടെ എങ്ങാൻ നമ്മുടെ മുഖ്യമന്ത്രി എങ്ങാൻ 10-20 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ച വലിയ ബഹളം. 830 കോടി രൂപയുടെ വിമാനം, ബെൻസ് കാറുകള് ഒരു നിര തന്നെ. ഡീകോളനൈസേഷൻ ആണ്. ഒരു കാര്യം ചെയ്യേ, ഇതൊക്കെ വേണ്ടാന്ന് വെക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് 5000 വർഷം മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു? ആരാ പറഞ്ഞത്? BJP നേതാക്കളല്ലേ. എന്താണ് ഈ തട്ടിപ്പ്, ഈ ഡീകോളനൈസേഷൻ? അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് വന്ന കളിയല്ലേ? എന്തിനോട് അമിത്ഷായുടെ മകൻ ജയ്ഷാ ഈ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധിപനായിട്ട് നിൽക്കുന്നത് നിരോധിച്ചൂടെ? വാഹനം വേണ്ട, മൊബൈൽ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ വേറെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞൂടെ? ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധി വേണ്ട. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു ജനങ്ങളെ ശാസ്ത്രബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവരണം, അവരെ കരിപ്പിടിപ്പിക്കണം, ആധുനിക പൗരന്മാരാക്കണം, സയന്റിഫിക് ടെമ്പർ. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് ആണ്. എനിക്കൊന്ന് 114 വർഷം ഒറ്റ ആയിട്ടുള്ള CV രാമനെ പോലുള്ള മഹത് വ്യക്തികൾ ആധ്യക്ഷം വഹിച്ച സയൻസ് കോൺഗ്രസ്. ഈ സയൻസ് കോൺഗ്രസിനെ കുറിച്ചൊരു പുസ്തകം വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം, യുക്തിബോധം പ്രകടിപ്പിച്ചൊരു ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഞങ്ങൾക്ക് തർക്കമില്ല, ആർക്കും തർക്കമില്ല. ഇവിടെ തർക്കമില്ല, ആർക്കുമില്ലോ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷെ CV രാമൻ പറഞ്ഞു നെഹ്റു ഒക്കെ ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും ശാസ്ത്ര കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരാനുള്ള ഒരു പ്രാഗൽഭ്യം, ശാസ്ത്രബോധം ജവഹർലാൽ നെഹ്റുവിനുണ്ടോ എന്ന് CV രാമൻ ശങ്കിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ഭരണഘടനയിൽ എഴുതി വെച്ച ശാസ്ത്ര
ബോധം ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എവിടെ എത്തിയെന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ ഈ ഭരണഘടന എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്ത് മനസ്സിലാകും. കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസിൽ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഒരു പ്രബന്ധം ഞെട്ടിപ്പോകും. എന്തായിരുന്നു ഒരു പ്രബന്ധം? ഈ നാസയുണ്ട്, അമേരിക്കയുടെ ഏജൻസി. നാസ ഈ മാർസ്, ചൊവ്വയുടെ ചില ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഈ ഹെൽമെറ്റിന്റെ രൂപത്തിലുള്ള എന്തോ ചില ചിത്രങ്ങൾ കണ്ടു. ഹെൽമെറ്റിന്റെ രൂപത്തിലുള്ള അവരാ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും ഭാവി ഗവേഷണത്തിന് സഹായകരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ശാസ്ത്ര കോൺഗ്രസിൽ ഒരു പണ്ഡിതൻ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. നാസയുടെ നൂതനമായ ക്യാമറയിൽ പകർത്തപ്പെട്ട ദൃശ്യമെന്ന് പറയുന്നത് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ ഹെൽമെറ്റാണ്. മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ ഹെൽമെറ്റാണ് നാസയുടെ ക്യാമറയിൽ കിട്ടിയത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും കവല, ഇപ്പൊ ഇവിടെ ഒരു വിശ്വ ഹിന്ദു പരിഷത്തുകാരനോ RSകാരനോ ഇവിടെ ഒരു കവലയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല. CV രാമനെ പോലുള്ള ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിച്ച ശാസ്ത്രജ്ഞന്മാർ അധ്യക്ഷം നൽകിയ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ IITയുടെ ഡയറക്ടർ ആരാണ്? മദ്രാസ് IITയുടെ ഡയറക്ടറായിട്ടുള്ള ആളൊരു കാമകോടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, വായിച്ചിരുന്ന. എൻ്റെ അച്ഛൻ്റെ അസുഖം മുഴുവൻ മാറ്റുന്ന എന്താണ്? ഗോമൂത്രം കഴിച്ചിട്ടാണ്. IIT ഡയറക്ടർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് IIT എന്ന് പറയുന്നത്. അതിന്റെ തലപ്പത്തുള്ള ആൾ പറയുന്നു ഗോമൂത്രം കഴിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അസുഖം പോകുന്നത്. ഇന്ത്യയിലെ എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളുടെയും പഠനത്തിൽ പറയുന്നുണ്ട് ഇതുപോലുള്ള സാധനമൊന്നും ഉപയോഗിക്കരുത്, അല്ല ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, അതൊന്നും അങ്ങനെ എടുത്തു കുടിക്കരുത് എന്ന്. പക്ഷേ IITയുടെ ഡയറക്ടറാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ഭുതമില്ല. എന്താ കാരണം എന്നറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എന്താ പറഞ്ഞത്? മൂപ്പര് സാധാരണ മനുഷ്യന്മാർ ജനിച്ച പോലെ ജനിച്ചൊരാളല്ല. അമ്മയുടെ ഗർഭപാത്രത്തിലൊന്നും കടന്നിട്ടില്ല. മുകളിൽ നിന്ന് ഭൂജാതനായ ആളാണ്. നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഗോമൂത്രം കഴിച്ചാൽ അസുഖം പോകുമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു അത്ഭുതമില്ല. നമ്മുടെ രാജ്യം എങ്ങോട്ടെത്തി എന്ന് നോക്കുക. കഴിഞ്ഞ ദിവസം കോഴിക്കോട് MD വാസുദേവനെ മുൻനിർത്തിയുള്ള ഒരു ചിത്രപ്രദർശനം കാണാനുണ്ടായി. ആ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ ആകർഷിച്ചൊരു ചിത്രമുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസൽ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുലാം അലി. ഇവിടെ ഗസൽ പാട്ടൊക്കെ പാടുന്ന ഇവിടെ മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്ന രാജഗോപാലൻ മാഷുണ്ട്. രാജഗോപാലൻ മാഷേ, ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗസലുണ്ട്. ഇവിടെ ഗസൽ പാടുന്ന ആൾക്കാരുണ്ടാ? ആരാ ഉണ്ടാ? ഫോട്ടോഗ്രാഫർ എവിടെ പോയി? ഫോട്ടോഗ്രാഫർ പോയി എവിടെ? ഫോട്ടോഗ്രാഫറെ ഗസൽ പാടുവാ? എവിടെ പോയി? അവൻ മുങ്ങി. അതെ, പറഞ്ഞു പോയിട്ട്. ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ മുസ്തഫയ്ക്ക് അത് അറിയാം. മുസ്തഫ എൻ്റെ ഒപ്പം ചൈനയിലുണ്ടായിരുന്നു. ചൈനയിലുള്ള സമയത്ത് മുസ്തഫ പാടിയിട്ടുള്ളത് അത് ചുപ്കേ ചുപ്കേ രാദ്ദിൻ എന്നുള്ളൊരു പാട്ട് ഇല്ലടോ രാജഗോപാലെ. രണ്ടുപേര് പാടുന്ന പിന്നെ പാടിക്കോളാം. ഗുലാം അലിയുടെ ഗസൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ MD വാസുദേവൻ നായരുടെ കരം നുകർന്നുകൊണ്ട് ഗുലാം അലി നിൽക്കുന്നു. ഈ ഗുലാം അലി പാകിസ്ഥാനിലാണ് പിന്നീട് ജീവിച്ചത്. വിഭജനത്തിന് ശേഷം അങ്ങോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തെ നമ്മുടെ സഖാവ് MA ബേബിയെ കൂടിയിട്ട് കോഴിക്കോട് കൊണ്ടുവന്നു. അന്ന് സംഘ് പരിവാർ ആൾക്കാർ പ്രതിഷേധിച്ചു. ഗുലാം അലിക്ക് കാലുകുത്താൻ അവസരം കൊടുക്കില്ല. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും
പല പട്ടണങ്ങളിലും ഗുലാം അലിയുടെ ഗസൽ വെച്ചു. പക്ഷേ സംഘ് പരിവാറിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം അവിടെയൊന്നും നടന്നില്ല. ഗുലാം അലി നിരാശനായി. ഞാൻ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആ ഭൂമിയിൽ വന്ന് എനിക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചുക്കെ ചുക്കി ഒന്ന് പാടിക്കൊടുക്കണം എന്ന് അദ്ദേഹം ആരംഭിച്ചു. കേരളം അദ്ദേഹത്തിനെ വരവേറ്റു. കേരളം ഗുലാം അലിയെ വരവേറ്റു. തിരുവനന്തപുരത്തും കോഴിക്കോടും ഗുലാം അലി വന്ന് പാടി. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ ഗുലാം അലി പാടിയ ചുക്കേ ചുക്കേ എന്നുള്ള ഈ ഗസൽ എഴുതാരാന്നറിയോ? ആരെങ്കിലും അറിയോ? ഇൻക്ലാബ് സിന്ദാബാദ്. നാവിന്റെ തുമ്പിൽ വന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഉറുദുവിലുള്ള മുദ്രാവാക്യം ഇൻക്ലാബ് സിന്ദാബാദ്. അറിയില്ല? അത് ആ മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഹസ്രത് മോഹ്സിനാണ്. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഒരു വെറ്റില ചെല്ലമായിട്ടാണ് വരുന്നത്. ഞാനത് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം സവിശേഷമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഗസൽ ചുപ്കെ ചുപ്കെ രാത് ദിൻ എന്നുള്ള ആ വരികൾ എഴുതിയ ഹസ്രത് മോഹ്സിൻ യഥാർത്ഥത്തില് അലിഗഡിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ സമ്പന്ന കുടുംബത്തിലെ മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു വെറ്റില ചെല്ലവും കൂടി കയ്യിൽ കരുതും, പാൻ മുറുക്കാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറി. ലാഹോർ സമ്മേളനത്തിൽ വെച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം മുഴക്കി. അദ്ദേഹത്തിന്റെ ഇൻക്ലാബ് സിന്ദാബാദാണ്. ഭഗത് സിംഗ് ഡൽഹിയിലെ കേന്ദ്ര അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ആരെയും അപായപ്പെടുത്താൻ വേണ്ടിയല്ല, അടഞ്ഞ കാതുകൾ തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ബോംബിട്ടത് എന്ന് ഭഗത് സിംഗ് പറഞ്ഞ ശേഷം ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖരിതമായി. ഹസ്രത് മോഹി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. നോക്കുക, എല്ലാ ജന്മാഷ്ടമി ദിവസവും അദ്ദേഹം മധുരയിൽ പോയിരുന്നു. ഉസ്താദ് ബിസ്മില്ലാ ഖാനെ പോലെ വാരണാസിയിൽ രാവിലെ നമാസും പിന്നീട് റിയാസും നടത്തി അമ്പലങ്ങളിൽ. മുസ്ലിം നിസ്കാരത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പാടി തിമിർത്തു. ബിസ്മില്ലാ ഖാനോട് ലോകത്തിലെ പല പ്രമുഖ വ്യക്തികളും പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, അമേരിക്കയിലേക്ക് വരൂ, അക്കാഡമി ഉണ്ടാക്കൂ. ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഗംഗാ നദിയാണ് എന്റെ അമ്മ. ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ സംഗീതാർച്ചന നടത്തുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ആ ബിസ്മില്ലാ ഖാനെ പോലെ ഗുലാം അലിയെ പോലെയും ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്യുന്ന ആ മഹത് വ്യക്തികളെ പോലുമുള്ള ആൾക്കാർ ഇഴകോർത്തതാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയുടെ ഭൂമികയിലേക്ക് നോക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മാപ്രാന്ന് വിളിച്ച് കളിയാക്കുക നിങ്ങളെല്ലാം കൂടി. നമ്മളെങ്ങോട്ടാ കുഴിക്കുന്നത്? ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യയെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ ഭരണഘടന. പക്ഷെ ഇന്ന് നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പുറകിലേക്ക് നടന്നുകൊണ്ട് പഴയ അസ്ഥികൂടങ്ങളെ കണ്ടെത്തി മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെരുവുകളിൽ ഉയരുന്ന രോദനമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ചെരുപ്പ് പോലും വിടാതെ കൽക്കത്തയില് തെരുവിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി രാവെന്താ പകലെന്താ എന്നറിയാതെ നടക്കുകയായിരുന്നു.
ഇന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കുഴിക്കലാണ്, കുഴിക്കൽ. വാരണാസി ഉസ്താദ് ബിസ്മില്ല ഖാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു പ്രതലം. അവിടെ വർഗീയതയുടെ കലാപങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പോലെ സമ്പലിലെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പൽ അവിടെയും കുഴിക്കുകയാണ്. 11 സ്ഥലങ്ങളിൽ. നമ്മൾ എങ്ങോട്ടാണ് കുഴിച്ചിറങ്ങുന്നത്? നമ്മുടെ പൈതൃകം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ പോകും? ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? പശ്ചിമേഷ്യയിലെത്തും. എന്താ കാരണം? ഇന്ത്യയിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് 5000, 10000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ചരിത്രം പഠിച്ച ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുടിയേറി. നമ്മൾ എവിടെ വരെ കുഴിക്കും? ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയില്ലേ? എവിടേക്ക് കുഴിക്കും നമ്മൾ? ഈ കുഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ആ ഒരു കണ്ണിയെ വിച്ഛേദിക്കാൻ വേണ്ടിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സംഘ് പരിവാറും ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുപോലെ ആക്രമിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന സാഹോദര്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തുകളിലൊന്നായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമോത്സുകതയുള്ള വർഗീയതയുടെ രഥയോട്ടത്തിന് കേരളം വിധേയമാകൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും ആലോചിക്കുന്നത്. അമിത്ഷാ ഏതാനും മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഉത്തർപ്രദേശ് എനിക്ക്, അതായത് 80 ലോകസഭാ അംഗങ്ങളെ ഇന്ത്യയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഉത്തർപ്രദേശ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമായിരിക്കും കേരളം BJPക്ക് കിട്ടിയാൽ. അദ്ദേഹം പറഞ്ഞതാണ്. എന്തിനാണ്? നമ്മൾ 3.5 കോടി വരുന്ന ജനങ്ങളെ ഉള്ളൂ, 20 ലോകസഭാ സീറ്റേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ ഇവര് മണ്ഡല പുനർനിർണയം നടത്തിയാലും വേണം നമ്മുടെ സീറ്റുകൾ വേണം കുറയ്ക്കും. എന്താ കാരണം? നമ്മളോട് പറഞ്ഞു ജനസംഖ്യ നിയന്ത്രണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ പറയുകയാണ് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും. 2026 കഴിയുമ്പോൾ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവന്ന് നമ്മുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും. പക്ഷെ എന്നാലും ഈ കൊച്ചു തുരുത്ത് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തെയും കേരളത്തെയും ശിഥിലമാക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഈ BJP പോലുള്ള രാഷ്ട്രീയ സംഘടനകളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഹസ്രത് മൊഹാനിയെ പോലുള്ള ആൾക്കാർ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ ചെലുത്തേണ്ട സ്വാധീനമെന്നുള്ളത് ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. സമയം കുറച്ചധികമായി എങ്കിൽ പോലും ഞാൻ അതും കൂടെ കണ്ട്, അല്ല നിങ്ങൾ തലയാട്ടേലും പറ്റില്ല, ഇവിടെ വേറെ എന്നെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനുണ്ട്. 4 നെടുന്തൂണുകളിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്, 2 പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്നുള്ള നെടുന്തൂണിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു. മണിപ്പൂർ പോലുള്ള ഒരു വിഷയം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സമ്പൽ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. 3 ജുഡീഷ്യറി അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കൊരു മുഖ്യ ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ മുഖ്യ ന്യായാധിപൻ വിധി പ്രസ്താവന നടത്തുന്ന മുമ്പ് മുകളിലേക്ക് കണ്ണു പായിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഇങ്ങനെ എഴുതണമെന്ന്.
അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. അയോധ്യ ന്യായവിധി തയ്യാറാക്കിയ ജഡ്ജിയുടെ പേര് പോലും ഇല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവമില്ല. എന്നുവെച്ചാൽ 5 or 6 പേരടങ്ങുന്ന അല്ലെങ്കിൽ 7 പേരടങ്ങുന്ന ഒരു ബെഞ്ചാണ് ഒരു വിധി പ്രസ്താവം നടത്തുന്നതെങ്കിൽ ആ ബെഞ്ചിന് വേണ്ടിയിട്ട് ആരാണ് ആ വിധി തയ്യാറാക്കിയതെങ്കിൽ ആ വ്യക്തിയുടെ പേര് ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാവും. അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു രീതി. ഇനി അഥവാ ആ ബെഞ്ചിലുള്ള മറ്റ് ജഡ്ജിമാർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ വിയോജന ജഡ്ജ്മെന്റ് വിധി പ്രസ്താവം അവരുടെ ഒപ്പില് പേരില് അവർ തയ്യാറാക്കും. എന്നാൽ അയോധ്യ വിധി പ്രസ്താവത്തിൽ ഒരു തരത്തിലും ആരുടെയും പേരുകളില്ല. അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ മുകളിലേക്ക് നോക്കി ദൈവം എനിക്കൊരു സൊല്യൂഷൻ തന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് ഭരണഘടന മാത്രമാണ്. ജുഡീഷ്യറിയുടെ ദിശാബോധം എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന ബോധമാണ്, ഭരണഘടന നൽകുന്ന ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കാം ആ ന്യായാധിപന്മാര് വിധി പ്രസ്താവം നടത്തിയ ശേഷം ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ സമൃദ്ധമായ സമ്പന്നമായ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജിന്റെ ചേംബേഴ്സിൽ പോയി ഏറ്റവും വിലപിടിപ്പുള്ള എന്താണ് കഴിച്ചത്? വീഞ്ഞ്, വൈൻ, ഏറ്റവും വില കൂടിയ വൈൻ മേടിച്ച് അവർ കഴിച്ചു. നോക്കുക, ഇവിടെ കരുണാകരൻ ദേശാമാനിയുടെ ജനറൽ മാനേജറായിരിക്കുമ്പോഴല്ല, പിന്നീട് ഇവിടെ ജനറൽ മാനേജറായിട്ട് EP ചേരാനുള്ള സമയത്ത് ദേശാമാനിക്ക് ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബോണ്ടുകളൊക്കെ മേടിച്ചു അല്ലേ? ഇപ്പം എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ, നാലാമത്തെ നെടുന്നൂണായ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ ആ ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളടുത്ത് നിന്ന് 1 കോടി രൂപയുടെ ബോണ്ട് ദേശാമാനി മേടിച്ചു. രഹസ്യമായിട്ട് മേടിച്ചു എന്നല്ല, റെസീപ്റ്റ് കൊടുത്തു, ബോണ്ട് വാങ്ങി. കേരളത്തിലെ മാധ്യമങ്ങൾ 3 ആഴ്ച ചർച്ച ചെയ്തു സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ട്. അപ്പൊ എനിക്കൊരു അത്ഭുതം, 1 കോടി രൂപയാണോ വലുത്, 1368 കോടി രൂപയാണോ വലുത്? മുസ്തഫ, 1 കോടി രൂപയാണോ വലുത്, 1368 കോടി രൂപ ഏതാ വലുത്? ഇതേ സാന്റിയാഗോ മാർട്ടിൻ 1368 കോടി രൂപ BJPക്കും കോൺഗ്രസിനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് നൽകിയപ്പോൾ കേരളത്തിലെ ഒരു പത്രവും ഒരു ടെലിവിഷൻ പോലും ഒരു ചർച്ച നടത്തിയത് 1 കോടിയാണോ വലുത്, 1368 കോടി രൂപയാണോ വലുത്? കോൺഗ്രസ് വാങ്ങി 50 കോടി രൂപ മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പോക്കറ്റിലിട്ടു. ദേശാമാനി ചെയ്തതുപോലെ റിസീപ്റ്റ് എഴുതി കൊടുത്ത് അക്നോളജ് ചെയ്തിട്ടല്ല, അജ്ഞാത ശക്തികളിൽ നിന്നുള്ള ബോണ്ട് പോലെയാണ് മേടിച്ചിട്ടത്. ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തു 18,000 കോടി രൂപ ബോണ്ടായിട്ട് CPM ഒഴികെയുള്ള ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളിൽ നിന്ന് കൈപ്പറ്റി. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടന നിൽക്കണമെങ്കിൽ സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വേണം. സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 ഘടകങ്ങൾ മണി പവറും മസിൽ പവറുമാണ്. പേശിബലവും പണസമ്പത്തും. ആ പണാധിപത്യത്തിന് വേണ്ടി 18,000 കോടി രൂപ കോർപ്പറേറ്റുകൾ ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടായി നൽകി. എത്ര ദിവസം നമ്മുടെ CPM നൽകിയ പരാതിയിലാണ്, അപേക്ഷയിലാണ് സുപ്രീം കോടതി ആ ബോണ്ടുകൾ ശരിയല്ല എന്ന് വിധി പ്രസ്താവം നടത്തി. എത്ര ദിവസം ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു? ഒന്നും വേണ്ട. പ്രിയങ്ക ഗാന്ധി എൻ്റെ സഹപ്രവർത്തകയാണ്, ഒരു മോശം ഞാൻ പറയാൻ പാടില്ല. ഇവിടെ പല ക്യാമറകൾ അത് ഒപ്പിയെടുക്കുന്ന ആളെ ഞാൻ പറയാത്തതും പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. വയനാടിൽ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടെലിവൈസ് ചെയ്യപ്പെട്ടു. അവർ വന്നിറങ്ങുന്നു, അവരുടെ സാരിയുടെ നിറം, അവരുടെ മുഖത്തിന്റെ ഭാവം, ഇതെല്ലാം ഒപ്പിയെടുത്തു. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല.
അങ്ങനെയൊക്കെ ചെയ്യണം, നമ്മൾ അതിനകത്ത് പഠിക്കണത്. പക്ഷേ ചിലത് വിട്ടുകളഞ്ഞു. എന്താ വിട്ടുകളഞ്ഞത്? പ്രിയങ്ക ഗാന്ധി പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ അമ്മ, അവരുടെ സഹോദരൻ, അവരോടൊപ്പം വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? അറിയോ? റോബർട്ട് വധേര മുൻനിരയിലുണ്ടായിരുന്നു. 24 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ വധേര. ഞാൻ 24 വയസ്സെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അനന്തരാവകാശിയായതുകൊണ്ട് ഇനി ലോകസഭയിൽ മത്സരിക്കണമെങ്കിൽ കർണാടക 25 വയസ്സ് വേണം. അപ്പം 24 എത്തിയിരിക്കണം. അപ്പം മൂപ്പറ ഇപ്പം തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. DLF-മായി ചേർന്ന് ഹരിയാനയിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും എത്രയോ കേസുകൾ റോബർട്ട് വധേരയ്ക്കെതിരെ എടുത്തു. ആ റോബർട്ട് വധേര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മുൻനിരയിൽ നിന്നപ്പോൾ ഒരു ക്യാമറ പോലും അങ്ങോട്ട് ചലിച്ചില്ല. ഇനി റോബർട്ട് വധേര കോൺഗ്രസിലെല്ലാം മറുപക്ഷത്താണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാകില്ല, എന്നാലും വേണ്ടില്ല, സങ്കല്പിച്ചു. ഇവിടെയുള്ള ക്യാമറകൾ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കും. അല്ലയോ മിസ്റ്റർ റോബർട്ട് വധേര, നിങ്ങൾ കുംഭകോണത്തിൽ പ്രതിയല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും നിങ്ങൾക്കെതിരെ കേസെടുത്തില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഈ സംശുദ്ധമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗവാക്കാകാൻ വേണ്ടി ഒരു പത്രിക സമർപ്പണത്തിന് വരുന്നത്? നിങ്ങൾ കളങ്കപ്പെടുത്തുമല്ലേ ജനാധിപത്യത്തെ? ചോദിക്കില്ലേ മുസ്തഫ? എത്ര അന്തിച്ചർച്ച നടക്കുന്നുണ്ടാവും? 170 കോടി രൂപയാണ് BJP-ക്ക് ബോണ്ടായിട്ട് റോബർട്ട് വധേരയും കൂട്ടാളി സംഘവും കൂടി നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തു? 4ാമത്തെ നെടുന്നൂടിന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി പോയ സമയത്ത് നമ്മളിപ്പം ഭരണഘടനയെ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത്, നെടുന്നൂടുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അപകീർത്തിക്കുമ്പോൾ പാർലമെന്റും ജുഡീഷ്യറിയും പ്രവർത്തിക്കുന്നത് പോലെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അനുഭവം പറഞ്ഞത്. 1980-കളുടെ അന്ത്യത്തിൽ ഡൽഹിയിൽ പോയപ്പോൾ 4-ൽ 3 ഭൂരിപക്ഷത്തിനാണ് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകസഭയിലെ കർണാടക ദീർഘകാലം ഉണ്ടായിരുന്ന സഭയാണ്. അവിടെ വലതുവശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകസഭ പച്ച വിരിച്ചതാണ്. ഇന്ന് പുതിയ എന്തോ പാർലമെന്റ് ഉണ്ടാക്കി എന്തോ ഗോഷ്ഠിയെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പഴയ ലോകസഭയെക്കുറിച്ചാണ് പറഞ്ഞത്. പച്ചവിധാനമാണ്. ആ പച്ചവിധാനത്തിന്റെ 4-ൽ 3 ഭാഗത്തും കോൺഗ്രസിന്റെ MP-മാരിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരു മൂലയിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് സാന്നിധ്യമുണ്ടായിരുന്നത്. അവിടെ മധുദന്തവതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. P. ഉപേന്ദ്ര, മധുദന്തവതെ, ഫെർണാണ്ടസിനൊന്ന് സംശയമുണ്ട്, സോമനാഥ ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, നമ്മുടെ ഇവിടെ നിന്നുണ്ടായിരുന്ന KP ഉണ്ണികൃഷ്ണൻ, കുറച്ചു പേര്. BJP-യെ പോലെ 240 അല്ല, 4-ൽ 3. അന്ന് പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചക്രവർത്തിക്ക് സമാനമായിട്ടുള്ള ആദരവ് കൈപ്പറ്റിക്കൊണ്ടിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടി. ബഫേഴ്സ് ഉൾപ്പെടെയുള്ള കുംഭകോണങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 1989-ലെ പൊതുതെരഞ്ഞെടുപ്പില് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അവിടെ ഗലികളിൽ ഉയർന്ന മുദ്രാവാക്യമുണ്ട്, ഗലി ഗലിമേ ഷോർ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ. അതെല്ലാം മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു കൊടുത്തു. ഒരു ഭരണാധികാരിക്ക് മുമ്പ് കുമ്പിടാൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രിക്കെതിരെയോ ഒരു സഹമന്ത്രിക്കെതിരെയോ വിരൽ ചൂണ്ടാനുള്ള തന്റെ ഇടമുണ്ടോ? തന്റെ ഇടമുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര പത്രത്തിനോ ടെലിവിഷനോ പ്രധാനമന്ത്രിയെ വിമർശിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കെതിരെ എന്തു എപ്പം വേണമെങ്കിലും വിളിച്ചു പറയാം. ആർക്കെതിരെയും എപ്പോഴൊന്നും വിളിച്ചു പറയില്ല. അവർ വിളിച്ചു പറയുന്ന ആൾക്കാർ ഒരു പറ്റം ആൾക്കാർക്കെതിരെ മാത്രം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം വിളിച്ചു പറയും. എന്നാലും വേണ്ടില്ല, നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ.
കേരളത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് തന്റെ പേന ഏതെങ്കിലും വ്യക്തിക്കെതിരെ ചൂണ്ടാനുള്ള തന്റെ ഇടമുണ്ട്? കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ ഗംഗാ നദിയിൽ നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ തന്റെ അമ്മയായിട്ട് കരുതിയ ഗംഗാ നദിയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ ഒരു ടെലിവിഷനിലും പത്രത്തിലും ഒരു ചിത്രവും വന്നില്ല. ഒരു പട്ടിക്കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചാല് ചത്താല് 24 മണിക്കൂറും ആണെങ്കിൽ ലൈവ് നടത്തിക്കളയും. നൂറുകണക്കിന് മൃതദേഹങ്ങൾ. ഒരു പത്രം ദൈനിക് ഭാസ്കർ, കർണാടക അറിയാം ദൈനിക് ഭാസ്കർ, ആ പത്രത്തിന്റെ ഒരു പാവപ്പെട്ട ഒരു ലേഖകൻ എന്തോ ഇത് ശരിയല്ലോ എന്ന് വിചാരിച്ചു ഒരു ചിത്രം എടുത്തു കൊടുത്തു. ദൈനിക് ഭാസ്കറിന്റെ ഡെസ്കിലിരുന്ന ഒരു എഡിറ്റർ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഗംഗാനദിയിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം ദൈനിക് ഭാസ്കറിൽ അച്ചടിച്ചു വന്നു. തൊട്ട് പിറ്റേന്ന് ദൈനിക് ഭാസ്കറിന്റെ ഓഫീസ് CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൂടെ റെയ്ഡ് ചെയ്തു. അതോടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലകോടെ അടച്ചു. എന്റെ സ്നേഹിതനാ റൂബൻ ബാനർജി, ഔട്ട്ലുക്ക് വാരികയുടെ പത്രാധിപരായിരുന്നു. കോവിഡിന്റെ 2ാം തരംഗത്തില് ദശലക്ഷക്കണക്കിന് പലായനം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മള് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്വദേശത്തേക്ക് അവർ പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സാമൂഹ്യ കിച്ചണുണ്ട്, അടുക്കളയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. നമ്മൾ പ്രത്യേക തീവണ്ടി ഏർപ്പെടുത്തി അവരെയൊക്കെ കയറ്റി അയച്ചു. കേരളത്തിലുള്ളവർ ബാക്കി സ്ഥലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് അതിഥി തൊഴിലാളികൾ പലായനം ചെയ്തു. നീരുവച്ച കാലുകള്, വിണ്ട് കയറിയ പാദങ്ങള്. അല്ല, ഒരു സംഘം ഔറംഗാബാദിൽ കാട്ടിപ്പെട്ടപ്പോൾ അവർ നോക്കുമ്പോ പാമ്പും എഴജന്തുകളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്തു? ഔറംഗാബാദില് ഒരു റെയിൽ പാളം, അല്പം കാട് പിടിച്ച് കടക്കാത്തൊരു സ്ഥലം നോക്കിയപ്പോൾ റെയിൽ പാളമാണ്. അവർ 14 പേര് അവിടെ തലവെച്ച് കടന്നുറങ്ങി. രാത്രിയുടെ ഏതോ അന്ത്യാമത്തിൽ വന്നൊരു ഗുഡ്സ് ട്രെയിൻ ആ 14 തലകളെയും ഛേദിച്ച് കടന്നുപോയി. ഡൽഹിയില് ഇന്റർസിറ്റി ബസ് ടെർമിനലിൽ വന്നു ചേർന്ന ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ട് DDT പോലുള്ള വിഷദ്രാവകം തെളിച്ചവരുടെ മുകളിൽ. ജന്തുക്കളുടെ മേൽപ്പോഴും തെളിക്കില്ല. ഇവരിങ്ങ കോവിഡ് മഹാനഗരമായ ഡൽഹിക്ക് നൽകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവിടുത്തെ സിവിക് അധികൃതരെ അവരുടെ മുകളിൽ സ്പ്രേ ചെയ്തു. ആ സമയത്ത് ഈ റൂബൻ ബാനർജി എന്ന ഔട്ട്ലുക്കിന്റെ പത്രാധിപര് ഒരു കവർ പേജ് ഇറക്കി. മിസ്സിംഗ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റിനെ. അതായിരുന്നു കവർ. എവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ്? കോടാനുകോടി ജനങ്ങൾ പലായനം ചെയ്യുമ്പോൾ, വീണ് മരിക്കുമ്പോൾ, ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകുമ്പോൾ ഒറ്റയാഴ്ച കൊണ്ട് ആ മാധ്യമ പ്രവർത്തകനെ ആ സ്ഥാപനം പുറത്താക്കി. ഇതാണ് ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം 4ാമത്തെ നെടുന്തൂൺ. കർണാടക ഓർമ്മയുണ്ടാവും, UPA ഗവൺമെന്റ് കരുണാനിധി സഖാവ് വന്ന് പാർലമെന്റിൽ അംഗമാണ്. എത്ര മഹാന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. AK ആന്റണി രാജ്യരക്ഷ ഇല്ലേ, ഓർമ്മയുണ്ടല്ലോ. വയലാർ രവി, KV തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാല്, സുരേഷ് കോടിക്കുന്നിൽ, ഇനിയുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഓർമ്മയില്ല. ഇത്രയും മന്ത്രിമാര്, ചെറിയ ആൾക്കാരൊന്നുമില്ല, പെരുത്ത ആൾക്കാർ. പക്ഷേ ആ മന്ത്രിമാർക്ക് എല്ലാവർക്കും കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് ഒരു സ്വതന്ത്ര വകുപ്പ് പോലും കൈകാര്യം ചെയ്യാത്ത BJPയുടെ V മുരളീധരന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഇവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ പാത ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെ 4ാം നെടുന്തൂണും നിർവീര്യമാകുന്ന ഒരു ദശാസന്ധിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി പാർലമെന്റിൽ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ഇച്ഛാശക്തിയുണ്ട്, നമുക്കൊരു ദിശാബോധമുണ്ട്.
ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനുള്ള ഒരു ശേഷി ഇടതുപക്ഷത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ആ ശേഷി തിരിച്ചു പിടിക്കാൻ വേണ്ടി, ആത്മവീര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ നൽകുന്ന, അർപ്പിക്കുന്ന ആ പ്രതീക്ഷ ഫലവത്താകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ഈ സമ്മേളന പ്രക്രിയ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയെ, ഇന്ത്യൻ ഭരണഘടനയെ, മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അക്ഷീണമായി നമ്മൾ എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെമിനാർ നടക്കുന്നതെന്ന് കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.